പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വിമതനായി മത്സരിക്കും. സീറ്റ് നിഷേധത്തെ തുടർന്നാണ് ജഷീർ വിമതനായി മത്സരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, ഈ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ? ഈ വയനാട്ടിലെ സാഹചര്യം എന്താണ് ഫൈസൽ? കാളിദാസൻ, വയനാട്ടിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ആയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ജഷീർ പള്ളിവയൽ വിമതനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ഈ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കരുത്, മേലെത്തട്ടിൽ നിന്ന് കൈവീശി കാണിക്കുന്നതാണ് ഉചിതം എന്നൊക്കെ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് പരസ്യമായി അദ്ദേഹം രംഗത്ത് വരുന്ന പ്രതിഷേധവുമായി നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഇന്നലെ അദ്ദേഹം മീനങ്ങാടിയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് താനുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ജഷീർ പള്ളിവയൽ കേരള വിഷൻ ന്യൂസുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനൊക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ സ്വന്തം വാർഡിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മത്സരിക്കാൻ രംഗത്ത് ഇറങ്ങുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഈ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതിനിടെയാണ് അദ്ദേഹത്തെ ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും സീറ്റ് നൽകാതെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം വിമതനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനമായി രംഗത്ത് വരുന്നത്. ഏതായാലും ഇന്ന് ഉച്ചക്ക് ഒന്നരയോടുകൂടി അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വയനാട്ടിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. KSUവിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിയ ഒരു നേതാവാണ് ജഷീർ പള്ളിവയൽ എന്നുള്ളത്. അദ്ദേഹം ബ്ലോക്ക് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയാണ് ചെയ്തതെന്നുള്ളൊരു ആരോപണവുമായാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതിന് പിന്നാലെയാണ് മീനങ്ങാടി പഞ്ചായത്തിൽ അദ്ദേഹം മത്സരിക്കും, അദ്ദേഹത്തിന് സീറ്റ് നൽകുമെന്നുള്ളൊരു വിവരം പുറത്തു വന്നത്. എന്നാൽ അത് താനുമായി സംസാരിച്ചിട്ടില്ല, അത് അങ്ങനെ ഒരു വിവരം പുറത്തു വന്നു എന്നല്ലാതെ താനുമായി ഒരു രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ജഷീർ പള്ളിവയൽ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം വിമതനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഏതായാലും വലിയൊരു വിഷയം തന്നെയാണ്, വലിയൊരു സംഭവമാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിയായാണ് ജഷീർ പള്ളിവയൽ മത്സരിക്കുന്നത്. എന്തായാലും സൗഹൃദപരമായിരിക്കും മത്സരം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും വിമത സ്ഥാനാർത്ഥിയാണ് ജഷീർ പള്ളിവയൽ മത്സരിക്കാൻ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ, സ്വന്തം മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക. കാളിദാസൻ. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.